ശ്രീ അരുൺകുമാർ കേരളത്തിലെ വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും അടക്കം ഈ കേരളത്തിൽ നിഷ്ഠൂരമായി ക്രൂരമായി തല്ലിക്കൊല്ലുകയും ബലാത്സംഗ കേസിന് ഉടമയാകുകയും വാളയാർ പോലെയുള്ള അട്ടപ്പാടി പോലെയുള്ള സിദ്ധാർത്ഥിനെ പോലെയുള്ള വിദ്യാർത്ഥികൾ പ്രസ്ഥാനത്തിന് നഷ്ടം വരുത്തിയ കേരളത്തിലെ കാലോചിതമായ അനുഭവങ്ങൾ കണ്ടും കേട്ടും നടക്കുന്ന ചെറുപ്പക്കാരനെന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഈ സമൂഹത്തിന് വേണ്ടി കൊടുത്തില്ല എന്നുള്ളത് ഒരു വിരോധാഭാസം തന്നെയാണ്. ഈ സ്ഥാനാർത്ഥി എങ്ങനെ ഇന്ത്യയെ സംരക്ഷിക്കാൻ നിയമപരമായി ഭരണഘടനാപരമായി കേന്ദ്രത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വ്യക്തമാക്കണം. കലാലയത്തിൽ അക്രമകരമായ സംഘടനാ പ്രവർത്തനം നടക്കുന്നു പറയുന്ന പ്രസ്ഥാനത്തിന്റെ വക്താവാണ് അരുൺകുമാർ. ഇത്തരത്തിലുണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം അല്ലല്ല നിങ്ങളുടെ അല്ല ചോദ്യം, നിങ്ങളുടെയും അല്ല ചോദ്യം. നോക്കൂ, അവരാണ് ചോദിച്ചത്, മറുപടി അദ്ദേഹം പറയും. ചെയ്യരുത്. സിദ്ധാർത്ഥിന്റെ മരണം ചോദിച്ചല്ലേ ഇവിടെ കേരള ജനതയാകെ ഞെട്ടിലൂടെ കണ്ട കാര്യമാണ്. അതിന്റെ നിയമപരമായ നടപടിയെല്ലാം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെ സിദ്ധാർത്ഥിന്റെ ജീവനടക്കം വിദ്യാർത്ഥികളുടെ ജീവൻ നിങ്ങൾക്ക് വോട്ടാണ്. ഞങ്ങൾ മനുഷ്യത്വപരമായ സമയം സ്വീകരിക്കുന്നു, നിയമപരമായി പോകുന്നു, അത്രയുള്ള കാര്യം. എല്ലാവരും കാണും. കൂട്ടുകാരെന്നാ പറയുന്നത്. കൂട്ടുകാർ ആരാണോ ആ കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ളവർ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും.